നമ്മുടെ മപ്പാട്ടുകര റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് ദീർഘകാലമായി നാട്ടുകാരുടെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. രണ്ട് കിഴക്കേ മപ്പാട്ടുകരയും പടിഞ്ഞാറേ മപ്പാട്ടുകരയും രണ്ടായിട്ട് വിഭജിച്ച് റെയിൽവേ ലൈന് കടന്നു പോകുന്നു. ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാനുള്ള അണ്ടർ ബ്രിഡ്ജാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അത് വീതി കൂട്ടി വലിയ വാഹനങ്ങൾക്ക് കൂടി പോകാൻ കഴിയുന്ന രീതിയിലേക്കാക്കാൻ ദീർഘനാളായി ആളുകൾ ആവശ്യപ്പെടുന്ന. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ 2024-25 ബഡ്ജറ്റിൽ ഫണ്ട് വെക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ഡിസൈൻ ചെയ്യാൻ MLA ഫണ്ടിൽ പ്രാരംഭ നടപടികൾക്ക് വേണ്ടി ഫണ്ടും അനുവദിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 4.25 കോടി രൂപ റെയിൽവേക്ക് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ആ ഫണ്ട് ലഭ്യമാക്കി അടച്ചു കഴിഞ്ഞിരുന്നു. അതിൻ്റെ ടെൻഡർ നടപടിയും മറ്റു കാര്യങ്ങളും റെയിൽവേ ആണ് ചെയ്യേണ്ടിയിരുന്നത്. റെയിൽവേ അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ടെൻഡർ പൂർത്തീകരിച്ച് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് റെയിൽവേയുടെ ടെൻഡർ ബോർഡ് അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അംഗീകാരം ഉടൻ കിട്ടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാനും ദിവസം കൊണ്ട് കിട്ടുമെന്നാണ് കരുതുന്നത്. ആ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ വർക്ക് ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറെ സന്തോഷമുള്ള കാര്യം. അവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ ചേർന്നുകൊണ്ട് സ്ഥലം ലഭ്യമാക്കി നൽകിയിരുന്നു. അവിടെ നമുക്കറിയാം അപ്രോച്ച് റോഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള സ്ഥലം ലഭ്യമാക്കി തന്ന ആളുകളോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എന്തായിരുന്നാലും ഈ റെയിൽവേ ബോർഡിൻ്റെ ഈ ടെൻഡർ പൂർത്തീകരിച്ചതിനുള്ള അംഗീകാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വർക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത്.